യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് വരുന്നൊരു ബുദ്ധിമുട്ട് ലഗേജസ് നമുക്ക് അത്രയധികം ക്യാരി ചെയ്യാൻ പറ്റില്ല എന്നല്ല. എത്രത്തോളം ലഗേജസ് കുറക്കുന്നു അത്രത്തോളം നമുക്ക് കംഫർട്ടായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഹോട്ടലിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ട്രെയിൻ യാത്രയൊക്കെ ഉണ്ടെങ്കിൽ ലഗേജൊക്കെ ക്യാരി ചെയ്ത് പോകണം. അപ്പോൾ ബാക്ക് പാക്കിംഗ് ആയിട്ട് വരുവാണ് അല്ലെങ്കിൽ വലിയൊരു ബാഗിൽ നമ്മൾ ക്യാരി ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലഗേജസ് ഇപ്പോൾ ലൈക്ക് ഒരു 3-4 പാൻസും അതുപോലെ തന്നെ കുറച്ച് ടീഷർട്ട്സും അങ്ങനെയുള്ള സംഗതികൾ മാത്രം ക്യാരി ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സംഗതിയാണ് ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് വേറൊന്നുമല്ല, നമുക്ക് സെൽഫ് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് പോകാനുള്ള ഫെസിലിറ്റീസ് യൂറോപ്പിലെ മിക്ക സിറ്റികളിലും ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഓസ്ലോയിലാണ്. ഓസ്ലോയിൽ ഞാനൊരു ഓപ്ഷൻ ഇല്ലാതെ നിൽക്കുമായിരുന്നു. അത്രമാത്രം 3-4 പാൻസ് മാത്രമേ ഉള്ളൂ. അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ സ്വെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, കുറേ ദിവസം യൂസ് ചെയ്യാം. എന്നിരുന്നാൽ തന്നെ ഒന്ന് വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കുമല്ലോ. അങ്ങനെ നോക്കി വന്നപ്പോഴാണ് കൊക്കോസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻസ് ഞാൻ കണ്ടത്. അത് സെൽഫ് വാഷിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം. ഇതാണ് കൊക്കോസ്, ക്ലീൻ കൊക്കോസ്. ഇതാണ്, ഇത്രയും മെഷീൻസ് ഉണ്ട്. 6, 9, 12 മെഷീൻസ് ഉണ്ട് ടോട്ടൽ. മെഷീൻസിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കാർഡ് ടാപ്പ് ചെയ്താൽ മാത്രമേ അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുള്ളൂ. അപ്പോൾ കറക്റ്റ് സമയം കാണിക്കും. ഇപ്പം ഞാനിവിടെ ക്ലോത്ത് ഇട്ടിരിക്കുന്നത് 1 അവറിലേക്കാണ്. സോ ദിസ് ഈസ് മൈ മെഷീൻ. ഇതിൽ പരിപാടികൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം 1 അവറിന് ശേഷം വന്നിട്ട് തിരിച്ച് കളക്ട് ചെയ്യണം. 1 അവറിന് വന്ന ശേഷം കളക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ ആർക്കെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എംപ്റ്റി ആക്കി കൊടുക്കണം. ഇതാണ് ആ മെഷീൻ, കാർഡ് സ്വൈപ്പിംഗ് മെഷീൻ. ഇവിടെ സ്വൈപ്പ് ചെയ്താൽ മാത്രമേ അത് അൺലോക്കായിട്ട് ഓപ്പണായി തുടങ്ങുള്ളൂ.